പുനർജനിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ എൻ്റെ മുടിയൊന്ന് വെട്ടിയിട്ടോ. പിന്നെ കുറേ കാലമായിട്ടോ ഞാൻ മുടിയൊന്ന് വെട്ടണം വിചാരിച്ചിട്ട്. ഇപ്പോൾ കുറേ ആയി എൻ്റെ മുടിയൊന്ന് വെട്ടിയിട്ട്. അപ്പോൾ സ്വന്തം പരിപാടി തന്നെ കേട്ടോ. ബ്യൂട്ടി പാർലർ പരിപാടികളൊന്നും പണ്ടേ ഇല്ല എന്ന് പറയില്ല, പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പല്ല. ഇപ്പോൾ കുറച്ചായിട്ട് വെറുതെ എന്തിനാ പൈസ കൊടുക്കുന്ന ചിന്തയാണ്. ഞാൻ കാണിച്ചു തരാം. വലിയ രസമൊന്നുമില്ല, ചെറുതായിട്ട് ഉണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ചെറിയൊരു യു കൊടുത്തു മുടിയിൽ. ഇങ്ങനെ രണ്ട് സൈഡും പിന്നിയിട്ട് റബ്ബർ ബാൻഡൊക്കെ വെച്ച് അത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുള്ളൊരു പരിപാടിയാണ് ചെയ്തത് കേട്ടോ. ഇത് വെട്ടിക്കഴിഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നൊരാളുണ്ട്, എൻ്റെ കുഞ്ഞമാമ. അതായത് എൻ്റെ അമ്മയുടെ ചെറിയ ആങ്ങള. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, വീടിനപ്പുറത്തിരിക്കുമ്പോൾ എഴുതോ തീയത്തുണ്ട് കായാൻ വയറിന് എന്നെ വിളിക്കണേ എൻ്റെ അമ്മാവനാണെങ്കിലും മാമയാണെങ്കിലും കുഞ്ഞമാമ സാധാരണ വിളിക്കണം. കളിയാക്കിയിട്ടാണ് ഞാൻ അങ്കിൽ നിന്നുള്ള വിളി വിളിക്കുക കേട്ടോ. കളിയാക്കി വിളിക്കുന്നതാണ്. പക്ഷേ സത്യത്തിൽ ആ വിളിയാണ് ഇന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. മാമ എവിടെയെന്നൊക്കെ ചോദിക്കുമെങ്കിൽ കൂടി വിളിക്കുമ്പോൾ ഞാൻ അങ്കിൽ വിളിക്കും. അതൊരു രസമാണ് ആ വിളി. പിന്നെ പറഞ്ഞു വരുന്നത് അവരുടെ ബന്ധങ്ങളാണ്. ഇപ്പം എൻ്റെ അമ്മാവന്മാരും എൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആങ്ങള അല്ലെങ്കിൽ ചേച്ചി, അനിയൻ അല്ലെങ്കിൽ അനിയൻ പിന്നെ ഏട്ടൻ, ആ ബന്ധങ്ങൾക്കൊക്കെ ഒരു കുടുംബത്തിൽ ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ വിള്ളൽ വീഴാറുണ്ട് അല്ലേ, പല കുടുംബങ്ങളിലും. ആ ബന്ധങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുള്ള ഭൂരിപക്ഷം കുടുംബങ്ങളിലും ആ പഴയ ഒരു സ്നേഹം അവരെ ചെറുപ്പകാലത്തിൽ അവരനുഭവിക്കും തമ്മിലുണ്ടായിരുന്ന ആ ബോണ്ടൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാനില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം തരും, ഈ കാര്യത്തിൽ എൻ്റെ അമ്മയും അമ്മയുടെ രണ്ടാങ്ങളമാരുടെ കാര്യത്തിലും ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അതിൽ വളരെ വിരളാണ് കേട്ടോ. അങ്ങനെ കാണുന്ന വളരെ വിരളാണ്. അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം കൂടി പറഞ്ഞേക്കാം. എൻ്റെ കവളമ്മേനെ കുറിച്ചാട്ടോ, എൻ്റെ സ്വന്തം അമ്മേനെ കുറിച്ചാട്ടോ ഞാൻ പറയണേ. അപ്പം അവരച്ഛനും അമ്മയ്ക്കും അവർ 3 മക്കളാട്ടോ. പിന്നെ അതിലൊന്ന് ഏറ്റവും ചെറുതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഏറ്റവും ചെറുതാണ്. മൂത്തത് വലിയ ആങ്ങളുണ്ട് അമ്മാവന്, മനുമാമാർ. അവർ കുറച്ച് ദൂരെ താമസിക്കാൻ കേട്ടോ. പിന്നെ ചെറിയ അമ്മാവൻ, അതാണ് ഞാൻ പറഞ്ഞ അങ്കിള് മാമ ഞങ്ങളെ വീടിൻ്റെ തൊട്ട മുന്നിലാണ് മാമ താമസിക്കുന്നത് കേട്ടോ. പക്ഷെ ഇപ്പം അവർ വീടൊക്കെ മാറി നിലമ്പൂരാണ് അവരും താമസിക്കുന്നത്. അപ്പം മാമേനെ കുറിച്ച് പറയുമ്പോഴേ അവരെ കുറിച്ച് പറയുമ്പോഴേ ഒരുപാട് അച്ഛനമ്മയും മടിച്ചിട്ട് അമ്മ കുറച്ചൊരു കൊഞ്ചിയായിട്ട് അവരെ വളർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അമ്മ അതിന് നല്ലൊരു എന്താ പറയുക, ഒന്നാമത് അച്ഛനും അമ്മയ്ക്കുള്ള ചെറിയ ആൾ, പിന്നെ രണ്ടാങ്ങളമാർക്കുള്ള കുഞ്ഞിപ്പങ്ങൾ ഭയങ്കര സ്നേഹത്തോടെയാണ് അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് 3 പേരും. പക്ഷേ ആ സ്നേഹത്തിന് ഇന്നും ഒരു കോട്ടം തട്ടിയിട്ടില്ല. ഇന്നും ഞാൻ കളിയാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അമ്മയെ. അതിലൊന്നാണ് ഇപ്പോൾ അമ്മ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ പാർട്ടീഷൻ ചെയ്തെന്നാണെന്നറിയോ. അപ്പോൾ ഈ അമ്മയ്ക്കുള്ള ആ ഓരിയൊക്കെ തന്നത് എത്ര വർഷങ്ങൾ, 25 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പാർട്ടീഷൻ ചെയ്യുന്നത്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഞങ്ങളെ വീട് ഒന്നിച്ച് 63 സെൻറ്റ് ഒന്നിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ ഒന്നിച്ച് കുറച്ച് മുന്നിൽ കുറച്ച് പാടും ബാക്കിൽ പറമ്പുമായിട്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ തറവാട്ടിലാണ് ഞാനും അമ്മയും. അച്ഛൻ മരിച്ചതിന് ശേഷമാണെങ്കിലും ഞങ്ങൾ കുറേ കാലമായിട്ട് അവിടെയാണ് താമസിച്ചത്, അമ്മ വീട്ടിലാണ്. അപ്പോൾ ഞാൻ, എൻ്റെ അമ്മ, ചേച്ചി, ഞങ്ങൾ 3 പേരെ ഇപ്പോൾ അവിടെ ഉള്ളൂ. അതിൽ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ എൻ്റെ കല്യാണം ആയപ്പോഴാണ് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കല്യാണത്തിന് വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മുന്നേ പാർട്ടീഷൻ കഴിഞ്ഞു. എൻ്റെ കല്യാണത്തിന് വേണ്ടി എന്തായാലും ലോൺ എടുക്കണം. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ അമ്മാവൻ തൊട്ട മുന്നിൽ, കുഞ്ഞമ്മാമ തൊട്ട മുന്നിൽ അമ്മാവൻ്റെ വീടുണ്ട്. അവിടെ അമ്മാവനും അതുപോലെ അമ്മായി 2 മക്കൾ, ഞാൻ പറയണം മുത്തുട്ടിയും കുഞ്ഞുമോനും. മുത്തുട്ടിയാണ്, പക്ഷെ അവളിൻ്റെ അനിയത്തിയാണെങ്കിലും അവളെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞിരുന്നത്. അപ്പോൾ അവൾ TTC ഒക്കെ പിന്നെ കഴിഞ്ഞിട്ടാണ് പഠിച്ചിരുന്നത് കേട്ടോ. +2 കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ സ്ഥലത്തിൻ്റെ പാർട്ടീഷൻ ചെയ്തത്. അപ്പോൾ അവിടുന്ന് അവർ അളക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, കുറേ കാലങ്ങൾക്ക് ശേഷം തല്ലും പിടിയില്ലാതെ അല്ലെങ്കിൽ ഒരു ഒച്ചയും വിളിയില്ലാതെ ഒരു പാർട്ടീഷൻ ഞങ്ങൾ ചെയ്തു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു കോംപ്ലിമെൻ്റ് ആയിരുന്നു. സത്യത്തിൽ ഒരു വിട്ടുവീഴ്ചയാണ് അവർ തമ്മിൽ. അതിപ്പോൾ വലിയ ആങ്ങളയിലും ചെറിയ ആങ്ങളയിലും എൻ്റെ അമ്മയിലും തമ്മിൽ അവർ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടുക അല്ലെങ്കിൽ അങ്ങനെ പിന്നെ എന്തെങ്കിലും എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുള്ള വാശികളോ ഇതൊന്നും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. 2 പേരും അമ്മയെ ഇന്ന് ഈ നിമിഷം വരെ അടിപൊളിയായിട്ട് അവർ കൊണ്ടിറക്കുന്നുണ്ട്. അത് കിട്ടാനും ഒരു ഭാഗ്യം വേണം. ഞാൻ എപ്പോഴും അമ്മയോട് പറയും, എന്താ വെച്ചാൽ രാവിലെ എണീക്കുമ്പോഴേ ഒരു കോളുണ്ടാവും. മിക്കവാറും ഒരു രാവിലെ നേരം വെളുക്കുമ്പോഴല്ല, ഇപ്പം ഞാനിവിടെയുള്ള സമയം ഒരു 9 മണി 10 മണിയാകുമ്പോൾ ഫസ്റ്റ് ഒരു കോള് വരും. അത് വലിയ അമ്മാവൻ്റെതാണ്. പെണ്ണേന്ന് അമ്മേനൊരു വിളിയാണ് അവർക്ക് കേട്ടോ. തങ്കമണിയെന്ന് അമ്മേനെ വിളിക്കെങ്കിൽ പെണ്ണേ ഒരു വിളിയുണ്ട്. 2 പേർക്കുണ്ട് ആ വിളി. അപ്പോൾ പിന്നെ വിളിച്ച സമയത്ത് വലിയ ആങ്ങള മുണ്ടേരിയിലാണ് മാമ, ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടിരിക്കാം. ആ മാമ വിളിക്കും. പിന്നെ എന്താ ആ ചോദ്യം ഭയങ്കര രസമാണ് കേൾക്കാൻ. കാരണം ഞാൻ എന്നിട്ട് കളിയാക്കൂട്ടോ ഇത് കേൾക്കുമ്പോഴേ. കാരണം അമ്മേനെ വിളിക്കും. ഞാൻ മിക്കവാറും അമ്മേനെ വിളിക്കും. അഥവാ എന്താ വർത്താനം, കുഴപ്പമൊന്നുമില്ലല്ലോ, മരുന്നൊക്കെ കുടിച്ചോ, ചായ കുടിച്ചൊക്കെ എന്നോട് ചോദിക്കും. അതൊക്കെ നേരെ അമ്മയ്ക്ക് കൊടുക്കാറ്. അപ്പോൾ അമ്മ ഏത് തിരക്കിലും അമ്മ ഫോൺ എടുക്കും. അമ്മ ചോദിക്കുന്ന ചോദ്യം ഭയങ്കര രസമായിരിക്കും. എന്താടാ 5 ചായ കുടിച്ചോ, അവിടെ മഴ കുഴപ്പമൊന്നുമില്ല. അപ്പം തിരിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താ പണിയൊക്കെ ഒരുങ്ങിയോ? രാവിലെ ഒരു 11 മണിയൊക്കെ ആവട്ടെ, അത് 10 മണിയൊക്കെ ആവും.
അത് പണിയൊക്കെ ഒരുങ്ങിയോ, ചായ കുടിച്ചോ, എന്താ കടി, പെണ്ണിന് ഒക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ എന്നാ ആശുപത്രി പോകേണ്ടതൊക്കെ ചോദിക്കും. പിന്നെന്താ മഴ ഉണ്ടോ അവിടെ, കുഴപ്പമൊന്നുമില്ല അല്ലേ, എന്നാ ആയിക്കോട്ടെ, എന്നാൽ ശരി പിന്നെ വിളിക്കാം, ഫോൺ കട്ട് ചെയ്തു. സെക്കൻഡ് വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണി 2 മണിയൊക്കെ ആകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് എന്താ പറയുക കുറച്ച് കാഴ്ചകളാണ് അത്. ഞാൻ ഓർത്തിച്ചിരിക്കുന്ന സംഭവമാണത്. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒരു 1-2 മണിയാകുമ്പോൾ വീണ്ടും വിളിയും. അപ്പോഴേക്കും അമ്മേൻ്റെ പണി ഒരുങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ ഫ്രീ ആയിട്ട് ചോറ് കൊണ്ടിരിക്കുന്ന സമയമാണ്. വീണ്ടും ആ കോള് വരും. പിന്നെ അത് ഇത് സെയിം വലിയ അമ്മവൻ തന്നെ സെയിം. പിന്നെ ഹലോ, എന്താ പണി, ചോറുണ്ടോ, എന്താ കറി, മഴ ഉണ്ടോ അവിടെ, പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാൽ ശരി ഇതന്നെ വെച്ചു. മൂന്നാമത്തെ കോള് വൈകുന്നേരം. ഇപ്പം കുറച്ച് ആ കോളിൽ ഒരു കോളും 2 കോളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്താ അറിയില്ല, ഞാൻ അമ്മേനെ കളിയാക്കി കുഴങ്ങാറുണ്ട്. വൈകുന്നേരം വീണ്ടും അത് പ്രത്യേകിച്ചും ഞാൻ ഈ അസുഖമായിട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്. അമ്മ ഇപ്പം വീട്ടിലിരിക്കുന്ന ഇപ്പോഴല്ലേ, അമ്മ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സർജറിയുടെ ഈ ഒരു വർഷമായിട്ടാണ് അമ്മ സ്ഥിരമായിട്ട് വീട്ടിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ 3 നേരം കോള് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല, കാരണം അമ്മ വർക്കിലാവില്ലേ, അപ്പം അമ്മേനെ അങ്ങനെ വിളിച്ചാൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് 1-2 കോളേ വരുള്ളൂ. ഇത് കറക്റ്റ് 3 നേരം വരുന്നത് ഞാൻ വയ്യാതെ ആയതിനു ശേഷമാണ് ഇങ്ങനെ 3 നേരം വരുന്നത്. വൈകിട്ട് വിളിക്കും, സെയിം ചോദ്യങ്ങൾ. എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, ചോറുണ്ടോ, പിന്നെ എന്താ കറി ഇത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കേൾക്കുമ്പോഴേ ഞാൻ അമ്മേനോട് പറയേ, അല്ലമ്മ എന്തിനാ ഇതിങ്ങനെ ദിവസം മാമ വിളിച്ചിട്ട് ചോറുണ്ടോ എന്താ കടി ചോദിക്കണേ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യല്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന് ഒരു റെക്കോർഡ് അയക്കുക. പിന്നെ മാനമാമിയോട്, എടാ ഇന്ന് ഞാൻ ചായ കുടിച്ചു, ചായക്ക് കടി ഇതാണ്, ഇന്ന് ഇവിടെ മഴയില്ല നല്ല വെയിലാണ്, ഉച്ചയ്ക്ക് ചോറുണ്ടോ, മോരും കൂട്ടാനായിരുന്നു, ഇതേപോലെ ഇത് പറഞ്ഞിട്ടൊരു വോയിസ് അയച്ചിട്ടൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ കളിയില്ല. അമ്മയ്ക്കും ദേഷ്യം വരട്ടെ ഞാൻ പറയുമ്പോഴേ. അമ്മ അറിയേ അണക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് വെറുതെ. അപ്പം അമ്മയ്ക്ക് അമ്മേൻ്റെ ആങ്ങളമാർ ഭയങ്കര സംഭവമാണ്, സത്യമാണ് കേട്ടോ. അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അങ്ങനെയാണ്. അല്ലാതെ അണക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അണക്കതിൻ്റെ വില മനസ്സിലാവില്ല അറിയും. പക്ഷെ അത് സത്യമാണ്, എനിക്കറിയാം. ഇത് സംഭവം നല്ല എന്താ പറയുക, അത് അവരൊരു സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർ ചോദിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയണത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും എനിക്കൊക്കെ എല്ലാത്തൊരു സംഭവം. പക്ഷെ എനിക്ക് ചേച്ചിയിലുണ്ട്, ഞങ്ങൾ രണ്ടാളുണ്ട്. പക്ഷെ ഞങ്ങളും സ്ഥിരം അവളും മറക്കണ്ട് ഞാനും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ഥിരം വിളിച്ചിട്ട് എന്താ ചോറ്. പക്ഷെ നേരെ കുറച്ച് അമ്മയും അവളും നമ്മൾ എപ്പോഴും വിളിക്കുന്നുണ്ട്. ഞാനും അവളും തമ്മിലാണെങ്കിലും വിളിക്കും പറയാൻ സംസാരിക്കും. പക്ഷെ ഞങ്ങൾ ഇതേപോലെ ചോദിച്ചോ ഇത് ആ ചോദ്യം ഞങ്ങൾക്കില്ല. പക്ഷെ അവരങ്ങനെയല്ല, അവർ പ്രായമായി, എല്ലാവരും പ്രായം. ഇപ്പം മാമ റിട്ടയർഡായി, മാമയ്ക്കും പ്രായമായി, അമ്മയ്ക്കുമായി, ചെറിയ ആങ്ങളയ്ക്കുമായി, എല്ലാവർക്കും ഏകദേശം പ്രായക്കാരാണ് അവരൊക്കെ. അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ അവരുണ്ട്. എന്നിട്ട് ഞാൻ അപ്പം അമ്മ പോയി മിണ്ടാ പൊയ്ക്കാറുന്നു. അമ്മ എന്നെ ചീത്ത പറയും കേട്ടോ, മിണ്ടാ പൊയ്ക്കാറുന്നു, എനിക്ക് അതിൻ്റെ വില എന്നറിയില്ല അറിയും. പക്ഷേ അത് ഞാൻ ഇങ്ങനെ കളിയാക്കിയാലും എനിക്കൊരു സന്തോഷമായിട്ടാ കേൾക്കുമ്പോൾ. അമ്മയ്ക്ക് അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അമ്മയ്ക്ക് ചോദിക്കാനും പറയാനും അവരെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. ഇനി അതേ സ്ഥാനത്ത് മറ്റേ ആൾ ചെറിയ മാമ അതേപോലെ ഞങ്ങൾ വീട്ടിലുള്ള സമയത്ത് മാമ നിലമ്പൂർ വീട് വെച്ച് മാറിയതിന് ശേഷം കറക്റ്റ് മാമ ഒന്നിടവിട്ട് വീട്ടിൽ വരും. ഇനിയിപ്പോൾ അമ്മ വർക്കിന് പോണ സമയത്താണെങ്കിൽ കൂടി അമ്മ രാവിലെ ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ കഴിഞ്ഞ് അമ്മ രാവിലെ വീട്ടിലെത്തുമ്പോഴേക്കും മാമ ഉണ്ടാവും അവിടെ. ഇതേപോലെ മാമ ഉണ്ടാവും, അവർ തമ്മിൽ കാണും, അവർ സംസാരിക്കും, മാമ പോവും. പിന്നെ അതേപോലെ വൈകിട്ട് മാമേൻ്റെ ഒരു വിളി ഉണ്ടാവും. ഇനി മാമേനെ മിക്കവാറും വിളികൾ ദിവസം 2 നേരം വിളിക്കല്ലോ മാമ കുറവാണ്. പക്ഷെ മാമ ഒന്നിടവിട്ട് അമ്മയെ കാണുന്നുണ്ടാവും. കാരണം മാമയുടെ വിരിയാണ്. മാമ നിലമ്പൂരുള്ള മാമ അവിടെ വീട്ടിൽ വന്നിട്ടാണ് മാമ പോകുന്നത്. മിക്കവാറും ഒന്നിടവിട്ട് മാമ അവിടെ വന്നിട്ടാണ്. അവിടെ സ്കൂളിൽ പാചകമാണ് മാമി അമ്മായിക്കും. അപ്പം മാമ അവിടെ വരും. അങ്ങനെ കാര്യങ്ങളായിട്ട് ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട്. പിന്നെ ചെറിയ മാമേൻ്റെ ഇനിയിപ്പോൾ എടുത്ത് പറയാൻ എന്താ പറയുക, വലിയ മാമൻ എനിക്ക് ഭയങ്കര പേടിയെന്ന് കേട്ടോ. കാരണം ഞങ്ങൾ പിന്നെ ചെറിയ കുട്ടികളപ്പം ഭയങ്കര ബാസ് സൗണ്ടും ഭയങ്കര തെക്കണം. പക്ഷെ ഇപ്പോൾ ആൾ പാവമായിട്ടോ, പല്ല് കൊടിഞ്ഞ സിംഹമായിട്ട് പാവമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ മാമ അങ്ങനെയല്ല. എനിക്ക് വലിയ അമ്മാവന് ഭയങ്കര പേടിയുള്ള സമയത്ത് എനിക്ക് ചെറിയ അമ്മാവനായിട്ട് നമ്മളെ മീൻസ് എനിക്കെന്താ പറയുക, നമ്മളെ പെറ്റാണല്ലോ, അതുപോലെ ഭയങ്കര ക്ലോസ് ആണ് ഞാനും ചെറിയ അമ്മാവനും തമ്മിൽ. ഭയങ്കര ബോണ്ടാണ്. ഇപ്പം മുടി വെട്ടിയപ്പോഴും എനിക്കെന്താ ഞാൻ പറയാൻ വന്നതെന്നറിയോ, ഇത് എൻ്റെ മുടി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാനൊന്ന് ഷോർട്ട് അടിച്ച്, ഞാനൊരു 2009 ഫസ്റ്റ് ഞാൻ പാർലറിലൊക്കെ മുടി ഒന്ന് ഷോർട്ട് അടിച്ച് മുടി ഷോർട്ട് അടിച്ച് ഞാൻ ജോലിക്ക് കയറി ഫസ്റ്റ് ടൈമിൽ. അതിന് മുന്നേ +2 ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് കയറി വെട്ടി. കാരണം ഇത്രയും ലെങ്ത്തുള്ള മുടിയാണ്, നീളം മുടിയാണ്. അതിനൊന്ന് ഷോർട്ട് അടിച്ചപ്പോൾ ഭയങ്കര മാറ്റം വരുമല്ലോ നമുക്ക്. അത് ഞാനിങ്ങനെ വന്ന് ഫസ്റ്റ് ഞാൻ അങ്ങനെ വന്നപ്പോൾ മുന്നിലിങ്ങനെ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ആദ്യം മാമേൻ്റെ വീട്ടിൽ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം മുന്നിൽ ഈ അങ്കിളിൻ്റെ വീട്, ചെറിയ അമ്മാവൻ്റെ വീട്. അപ്പോൾ കുഞ്ഞമാമേൻ്റെ അടുത്ത് കയറിയിട്ട് ഇവിടേക്ക് വരും. അപ്പം ഞാനിങ്ങനെ ഡ്രസ്സ് പുതിയത് വാങ്ങിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്താൽ ഞാൻ മാമേനെ കാണിച്ചു കൊടുക്കും. ഞാൻ പറയും, അങ്കിൾ എങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നറിയാം, പുതിയ ഡ്രസ്സ് ഇടും, പണിട്ട് ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഒരുങ്ങും. എന്നിട്ട് ഞാൻ മുടി കട്ട് ചെയ്തല്ലോ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അങ്കിൾ ഒന്ന് നോക്കൂ എങ്ങനെ ഉണ്ടായിരിക്കും. മാമ ഫസ്റ്റ് പേരുടെ മറുപടി, എന്ത് രസമുള്ള ഡ്രസ്സ്. രേണുതോ എന്ന് വിളിക്കുക. രേണുതോ
പിന്നെ നല്ല രസമുണ്ട് കാണാം. ആ പാടത്ത് പോയിട്ട് കൈയും വീശി അങ്ങനെ നിന്നാ പന്നി വരൂല അറിയോട്. ബാബ കറക്റ്റ് ഇന്നെ അവിടെ ഊക്കൂട്ടോ. ഇത് മിക്കവാറും എല്ലാ ഡ്രസ്സും ഞാൻ ഇട്ടിട്ട് എന്ത് ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് ഇട്ട് കാട്ടി കൊടുത്ത മാമ പറയണ കാര്യമാണ് കേട്ടോ. പിന്നെന്താ അടിപൊളിയല്ലേ, ആ പാടത്തറ പോയി ആ കൈയും വീശി എന്നാ പന്നി വരൂല അറിയും. എനിക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം കേട്ടോ. അപ്പോൾ ഞാൻ മാമേനോട് ഉടക്കും. പക്ഷേ പറഞ്ഞു പിന്നെ എന്താ വെച്ചാൽ ഇപ്പം ഈ അമ്മയും ഈ ആങ്ങളമാരും തമ്മിലുള്ള ബോണ്ട് പോലെ എനിക്ക് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചതാണ്. ഞാൻ 4-ലോ 5-ലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിക്കണം. അപ്പം ഞാനും അച്ഛൻ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ചെയ്യുന്നു. പക്ഷെ അച്ഛൻ മരിച്ചതിന് ശേഷം നമുക്ക് പിന്നെ എനിക്ക് ആങ്ങളല്ല ചേച്ചിയുള്ളത്. അപ്പം നമുക്കൊരു ഒറ്റപ്പെടലുണ്ട് അല്ലേ. ഈ അച്ഛനില്ലാത്തൊരു വിഷമം എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെയായാലും ഏത് കാലഘട്ടമായാലും അത് ആ വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അച്ഛൻ്റെ ഒപ്പം അപ്പോൾ ഒരുപാട് ഞാനിപ്പോൾ എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അച്ഛൻ വന്ന് കൊണ്ടുപോകണം നമ്മൾ പറയുമ്പോൾ റീലാണ് അല്ലെങ്കിൽ തമാശ, പക്ഷെ ഒരിക്കലും അത് സത്യമാണ് അല്ലേ. അച്ഛന്മാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ നമ്മൾ വരുന്ന സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് പണ്ടത്തെ കാലത്തൊക്കെ സൈക്കിളും ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കൂട്ടുകാർ പ്രീതേൻ്റെ അച്ഛനൊക്കെ സൈക്കിളും വരുമ്പോൾ ആ സൈക്കിളും ഞങ്ങൾ രണ്ടാളെയും കൊണ്ടുപോരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ നല്ല ഭംഗിയുള്ള പേന വാങ്ങിക്കൊടുക്കണത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണത് അച്ഛന്മാർ. അപ്പോൾ അതേപോലെ ഞാൻ അനുഭവിച്ചു. ഇപ്പം എൻ്റെ അച്ഛനക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മേനെയും ഞങ്ങളെല്ലാവരും കൂടി സിനിമയ്ക്ക് പോണത്, ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോകണത്, ഇതൊക്കെ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ എൻ്റെ അച്ഛൻ കൊണ്ടുപോകും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് നല്ല മെമ്മറീസാണ്. പക്ഷെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അതൊക്കെ കുറേ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എന്താ പറയുക, ആ വിടവ് നികത്തിയതാണ് എൻ്റെ ഈ ചെറിയ മാമ. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ കളിയാക്കൂട്ടോ. അതിൻ്റെ ഒരു കാരണം കൂടി ഉണ്ട്. കാരണം ഞാനും മാമയുള്ള ബന്ധം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കളിയാക്കും. ഞാൻ മാമേനെ അങ്കിൽ എന്നുള്ള വിളിയെ ഞാൻ വിളിക്കുക. ഞാൻ നന്നായിട്ട് അങ്ങോട്ടും കളിയാക്കും, മാമ എന്നെ ഞാൻ എന്ത് ഡ്രസ്സ് കളിയാക്കും. പക്ഷേ എൻ്റെ എന്താ പറയുക, എൻ്റെ ഓരോ വളർച്ചയിലും മാമൻ്റെ കൂടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ നമ്മൾ എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് വന്നത് എൻ്റെ കല്യാണം അതിന് മുന്നായിട്ട് ഞാൻ ഇതുപോലെ സാലറി കിട്ടിയിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇതേപോലെ സാലറി കിട്ടുന്നതിന് മുന്നേ തന്നെ ചെറിയ പരിപാടിയിലേക്കായിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ പൈസ തരും. ഒരുപാടില്ലെങ്കിലും ചെറിയ പൈസ. കാരണം ഒറ്റ കുട്ടിയാണ് ഞാൻ. ആ ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം. അപ്പോൾ ചിന്തിച്ചു പോകും, നിങ്ങൾക്കറിയാം ആ ഒരു കാലഘട്ടം ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് ലാളന കൂടും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മ കയ്യിൽ പൈസ തരും. അന്നൊക്കെ അമ്മ കൂലിപ്പണിയാണ് ചെയ്തെങ്കിൽ എന്നാലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പം മാമ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും, മാമ പറയും എഴുതോ ഒരു 100 ഉറുപ്പിക ഉണ്ടടി അറിയും. ഞാൻ പറയും ഇതൊക്കെ ചെയ്യും, പക്ഷെ തരുമ്പോഴേക്ക് 120 തരണം പറയും. അപ്പം അന്ന് ഞാൻ പലിശക്കാരി കേട്ടോ, വട്ടപ്പലിശക്കാരി. അതിലിട്ട് ഞാൻ അത് കൊടുക്കും കേട്ടോ. അമ്മക്ക് ജോലിയൊന്നുമില്ല, നമ്മൾ പഠിക്കുന്ന സമയമാണ്, ഡിഗ്രിക്കോ പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ മാമിക്ക് കൊടുക്കട്ടോ. ചിലപ്പോൾ കൊടുക്കുന്ന സമയത്ത് മാമ ചോദിക്കും, ഞാൻ കൊടുക്കും. തിരിച്ച് പഠിക്കുമ്പോൾ എന്നെ 120 മേടിക്കും കേട്ടോ. 100 അപ്പം എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വാങ്ങണേരം ഇവിടെ 2 പോകുന്നുണ്ട്, അതിൻ്റെ അടുത്ത് നിന്ന് വാങ്ങണേറിന് മാമിൻ്റെ കളി. പക്ഷെ മാമ കറക്റ്റ് തരും കേട്ടോ, ആഴ്ചയിലൊക്കെ എനിക്ക് തരും കേട്ടോ. അങ്ങനെ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണ സമയം, കല്യാണത്തിൻ്റെ സമയത്താണ് നമുക്ക് നമ്മളെ അച്ഛനൊക്കെ മിസ് ചെയ്യുന്ന സമയം ഉണ്ടല്ലോ, കല്യാണത്തിൻ്റെ ഒരു സമയം, നമ്മൾ ഇറങ്ങിപ്പോണ്ട സമയം. അപ്പോൾ ആദ്യം അമ്മാവൻ്റെ ഈ മാമ അങ്കിളുടെ കുട്ടി മുത്തുട്ടി, എൻ്റെ കളിക്കൂട്ടുകാരി മുത്തിയമ്മായിൻ്റെ കല്യാണം ആദ്യം കഴിഞ്ഞു. പക്ഷേ മുത്തമ്മായിൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു പൊളിച്ച് അവളെ ഇറങ്ങിപ്പോയപ്പോൾ മാമക്ക് അറിഞ്ഞിട്ടില്ല. അത് ഇന്ന് ഇവള് പറയൂ കേട്ടോ. അല്ലെങ്കിലും അച്ഛൻ ഇന്നേക്കാളും സ്നേഹം രേണീനോടാണ് പറയും. അതിന് കാരണം എന്താ വെച്ചാൽ അവള് പോയിട്ട് 2009 അവളെ കല്യാണം, 8 ലാസ്റ്റ് 9 അങ്ങോട്ട് അവളെ കല്യാണം. എൻ്റെ 11 അപ്പം 2 വർഷം അവൾ പോയിട്ടും ഞാനും മാമയും തമ്മിൽ ആ ഒരു ബന്ധമുണ്ട്. കാരണം തൊട്ട മുന്നത്തെ വീടല്ലേ, എപ്പോഴും കാണുന്നതും എപ്പോഴും സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഒക്കെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ ഭയങ്കര കമ്പനിയാണ്. എപ്പോഴും ഞാൻ ഇന്നിട്ട് വാട്ടിയിട്ടും ഞാനും മാമയുള്ള ബന്ധം അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇവളെ അച്ഛനേക്കാൾ ബന്ധമാണ് ഞാനും മാമയും തമ്മിൽ. അപ്പോൾ ഇവളെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ മാമക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു സമയം തൊട്ട് മാമിക്ക് ഭയങ്കര ചൂടാട്ടോ. ചൂടാറിഞ്ഞാൽ പിന്നെ മിറ്റം ശരിയാക്കണ്, അവിടെ താക്കണ്, പറമ്പത്തെ കാര്യം റെഡിയാക്കണത്, പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് ഇപ്പോൾ ഇവരൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയച്ചന്മാർ അതുപോലെ ഉണ്ട് കേട്ടോ, ചെറിയച്ചന്മാരുണ്ട്. പക്ഷേ തൊട്ടടുത്ത് മാമയതുകൊണ്ട് മാമയ്ക്ക് തന്നെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വീടുമായിട്ട്. പിന്നെ അമ്മേൻ്റെ അമ്മയിലേ ടെൻഷൻ കാര്യമാണ്. കുഞ്ഞു കാര്യം കേട്ട് അങ്ങനെ ഒരു നഖമുണ്ട്, നഖമെല്ലാം അമ്മയ്ക്ക് ഇങ്ങനെ കടിച്ച് പറിച്ച് അമ്മ ടെൻഷൻ കൂടുമ്പോൾ നഖം കടിക്കും. മാമ ചെന്ന് അതാണ് തിന്നളറിയും മാമ എപ്പോഴും വന്നിരിക്കുമ്പോൾ ഈ നഖം കടിച്ച് ഇങ്ങനെ തുപ്പുമ്പോഴേയും. അപ്പം അമ്മയ്ക്ക് ടെൻഷൻ വന്നാൽ നഖം കടിക്കും. അമ്മേനെ മാമ ചിത്തറിയിട്ടോ, എടാ ഇനിയിപ്പോൾ എന്താ കാട്ടാൻ എന്ത് കാട്ടാൻ അതാണ് നടക്കും. എന്താ അപ്പം എല്ലാവരും കല്യാണം ഇവിടെ നടക്കണില്ലേ, അതാണ് നടക്കും. ഈ ചെഞ്ഞിപ്പോൾ ഈ നഖം മൊത്തം തിന്ന് തീർക്കണോ നോക്കും. മാമ ദേഷ്യത്തിൽ ചോദിച്ചാൽ മാമയ്ക്ക് ആ ഭയങ്കര സ്നേഹം കണ്ടിട്ടുള്ളൂ. എന്നിട്ട് അമ്മേനോട് അറിയിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചപ്പോൾ അത് ഇതാവില്ല, ലോണൊക്കെ ശരിയല്ല, ഞങ്ങളുടെ ശരിയാവും അങ്ങനെ പറയും. എല്ലാത്തിനും മാമ ഒരു സൊല്യൂഷൻ കാണും കേട്ടോ. എന്നിട്ട് അന്ന് അമ്മയേക്കാൾ കൂടുതൽ ടെൻഷൻ അനുഭവിച്ചതാണ് മാമ. എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി അത് കല്യാണം മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗമാണ് മാമ. അപ്പോൾ
പിന്നെ ഇവരൊക്കെ ഉണ്ട് ഇപ്പം വലിയ അമ്മാവനും ചെറിയച്ചന്മാരൊക്കെ ഉണ്ടെങ്കിലും അവർ ലോങ് ആണ്, അതിൻ്റെ മാറ്റമുണ്ട്. ഇപ്പം ചെറിയച്ചന്മാരാണെങ്കിലും നമുക്ക് സഹായിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവർ വീട് വിട്ടാകുമ്പോൾ അതിൻ്റെ മാറ്റം ഉണ്ടാവുമല്ലോ. എപ്പോഴും നമ്മളടുത്ത് വന്നുള്ള നമുക്ക് നിൽക്കുന്നതും നമ്മൾ വിട്ട് നിൽക്കുന്ന ഒരാൾ നമ്മൾ വ്യത്യാസമുണ്ട്, അതാണ് മാറ്റം. ഇപ്പം വലിയ അമ്മാവനും അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യം. പക്ഷേ എന്താ വെച്ചാൽ മാമ വിട്ടാണ്, അതിൻ്റെ മാറ്റമുണ്ട്. പക്ഷേ കുഞ്ഞമാമ അങ്ങനെയല്ല, തൊട്ടടുത്ത് മുന്നിലുണ്ട്, ഒരു വിളിപ്പുറത്ത് നമുക്ക് മാമ എടുത്തുണ്ട്, അതിൻ്റെ മാറ്റമുണ്ട്. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് മാമ ഇതേപോലെ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്നിട്ട് അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ മാമേനെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ 2 വർഷം സ്വന്തം കുട്ടി കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ 2 വർഷം ഞാനല്ലേ ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഒരു സ്നേഹം കൂടുതലുണ്ട്. എൻ്റെ മാമ കരഞ്ഞു. അതിൽ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഇവരൊക്കെ എന്നോട് പറയണത്, മുത്തോട്ടേക്ക് പറയും അച്ഛനല്ലേലും ഓളോടാണ്, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴും കൂടി അച്ഛൻ കരഞ്ഞിട്ടില്ല, രേണി പോയപ്പോഴാണ് കരഞ്ഞത് കാരണം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രസവത്തിൻ്റെ സമയങ്ങളൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, ഓരോ ഇതിനും ഓടി വന്നപ്പോൾ മാമി അമ്മായിയും അതുപോലെ എന്താ പറയുക എൻ്റെ ഓരോ പ്രസവവും കാര്യങ്ങളും വരുമ്പോൾ അച്ഛല്ല എന്നുള്ള വിഷമം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല സത്യത്തിൽ. അന്വേഷിക്കാൻ ചെറിയച്ചന്മാരായാലും ഇപ്പം എൻ്റെ വലിയ അമ്മാവനാണെങ്കിലും, വലിയ അമ്മാവനോ അല്ല, വലിയ അമ്മാവനെ കമ്പനി ഞാൻ പിന്നെ അമ്മായി ആയിട്ടോ, അത് മാറ്റുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ. ആ വലിയ അമ്മായിയായിട്ട് ഞാൻ ഭയങ്കര കണക്ഷനാണ്. അപ്പോൾ എന്നാൽ ചെറിയമ്മായി ഭയങ്കര മോട്ടിവേഷനാണ് ആൾ, പക്ഷേ കമ്പനി ഉണ്ട് ഞങ്ങൾ. എങ്കിൽ കൂടി എനിക്ക് അറ്റാച്ച്മെൻറ്റ് ഞാൻ വലിയ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഞാനും വലിയ അമ്മായിയും തമ്മിലുണ്ട്. അതാണ് ഓരോരുത്തരുടെ വ്യത്യാസം. അപ്പോൾ മാമന്മാരാണെങ്കിലും അങ്ങനെ. അപ്പോൾ പിന്നെ മക്കളായിട്ട് പിന്നെ എല്ലാവരും കോമൺ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. പിന്നെ ചെറിയച്ചന്മാരാണെങ്കിലും അതെ, ഞങ്ങളൊരു ചെറിയച്ചന്മാരിൽ ചെറിയച്ചന്മാരിൽ ഏറ്റവും കൂടുതൽ അടുപ്പം, കാരണം വിറ്റൊക്കെ പറയാനും ഇതൊക്കെ എല്ലാവരും ഭയങ്കര ക്ലോസ് ആണെങ്കിലും ചെറിയ മാമിയാണ് ഏറ്റവും കൂടുതൽ. ഇന്നും അത് നമുക്ക് എന്തെങ്കിലും പറയാനും കാര്യങ്ങളൊക്കെ ചെറിയ മാമിയാണ്. പിന്നെ വലിയ മാമി ഇവരൊക്കെ ഉണ്ട്, പക്ഷേ അവരെക്കാൾ നമ്മൾക്കിങ്ങനെ അതായത് തമാശ പറയാൻ നമ്മൾ കൂടുതലായിട്ട് പറയില്ലേ, അത് ആ രീതിയിൽ. പക്ഷെ എന്നാൽ പിന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെ അതേപോലെ നന്നായിട്ട്. ഇപ്പം എനിക്ക് ഒരുപാട് അച്ഛൻ മറ്റു സമയത്തൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്താട്ടോ, എൻ്റെ മറ്റു ചെറിയച്ചന്മാരും വലിയച്ഛനും എല്ലാവരും കേട്ടോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്താണ് ഓരോ കാര്യങ്ങൾക്കും, അവരും ഉണ്ട് അതേപോലെ. പക്ഷേ ഞാൻ വീട്ടിൽ നിൽക്കുന്നത് അമ്മ വീട്ടിലായതുകൊണ്ട് അടുപ്പം കൂടുതൽ എനിക്ക് അമ്മ വീട്ടുകാരോട് വരുമല്ലോ സ്വാഭാവികമായിട്ടും, അതുണ്ട്. അതുകൊണ്ടാണ് ഈ കുഞ്ഞമ്മാമ്മയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, അതുകൊണ്ടാണ് കുഞ്ഞമ്മാമ്മയായിട്ടുള്ള ഈ അറ്റാച്ച്മെൻറ്റ് ഞാൻ പറയാനുള്ളൊരു കാരണം. അപ്പോൾ മാമേനെ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ മുടി വെട്ടി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡ്രസ്സ് പുതിയത് ഇടുമ്പോൾ ഞാൻ അമ്മയോട് പറയും, ഇതിപ്പോൾ കുഞ്ഞമ്മാമേനെ കണ്ടാൽ മാമ അപ്പം പറയും, എഴുതോ ഒരു പാടത്ത് പോയി നിൽക്ക് അപ്പം പന്നി വരില്ലാന്ന്. ആ ഡയലോഗ് അപ്പയ്ക്ക് ഓർമ്മ വന്നേ അറിയും. പിന്നെ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ബന്ധങ്ങളുടെ വില അല്ലേ. ഈ അമ്മേനെ സംബന്ധിച്ച് എപ്പോഴും വിളിക്കാനും ഇന്നും ഇതുവരെ മാറാത്ത ഒരു കാര്യങ്ങളൊന്നാട്ടോ അവരാ ബോണ്ട്. എന്തായി, ചാവടിച്ചോ, ചോറുണ്ടോ, മഴയുണ്ടോ, ഈ ചോദ്യങ്ങളായിട്ട് 2 പേര്. ശരിക്കും എനിക്കത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. നമുക്കങ്ങനെ ദിവസം വിളിപ്പില്ലേ, നമുക്കൊരു ആങ്ങളെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുമോ, എല്ലാവരും ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇവർ മാത്രമാണോ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിലും എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദിവസം ഒരു വിളിയും ചോദ്യം അന്വേഷണം വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഡെയിലി വിളിക്കുന്ന ആളുകളൊക്കെ വളരെ വിരളാ തോന്നൂലേ. അങ്ങനത്തെ ഒരു കാലഘട്ടമൊന്നും ഇനി ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. എന്തായാലും ഇന്നത്തെ എൻ്റെ ഓർമ്മകൾ എൻ്റെ മാമ്മമാരെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.